കൊന്നിക്കുളത്തുമണ്ണിൽ ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന ചെരിഞ്ഞത് വൈദ്യുതാഘാതമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൈതത്തോട്ടം ഉടമ ബൈജു രാജിനെതിരെ വനംവകുപ്പ് കേസെടുത്തു. സോളാർ വേലിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്നാണ് പറഞ്ഞതെങ്കിലും അങ്ങനെയല്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. എ വി ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, വൈദ്യുത വേലി സ്ഥാപിച്ചിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ്? അതായത് കഴിഞ്ഞ ദിവസമാണ് കൊന്നിക്കുളത്തുമണ്ണിൽ കാട്ടാന ചെരിയുന്ന സംഭവം ഉണ്ടായത്. പിന്നീട് സ്ഥലമുടമ ഉൾപ്പെടെ പറഞ്ഞത് സോളാർ വേലിയിൽ നിന്ന് ഇത്തരത്തിൽ ഷോക്കേറ്റാണ് മരണമെന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരത്തിൽ മരണ കാരണം ഹൈ വോൾട്ടേജ് വൈദ്യുതി ആഘാതം എന്നൊരു കണ്ടെത്തലെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വനം വകുപ്പ് കൈതത്തോട്ടം ഉടമ ബൈജു രാജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടത്താനാണ് വനം വകുപ്പിന്റെ ഒരു തീരുമാനം. ഈ വൈദ്യുതി വേലിയിൽ നിന്ന് നേരിട്ട് ആനയ്ക്ക് ഷോക്ക് കൊടുത്തു എന്നാണ് വനം വകുപ്പിന്റെ സംശയം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം എന്തായാലും വനം വകുപ്പ് നടത്തും. നിലവിൽ ഈ ബൈജു രാജിനെതിരെ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി വനം വകുപ്പ് മുന്നോട്ട് പോകും. തുടരന്വേഷണത്തിലായിരിക്കും ഉയർന്ന വൈദ്യുതാഘാതം ഏത് തരത്തിലെത്തി അതിന്റെ കാര്യകാരണങ്ങളിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് വനം വകുപ്പ് കടക്കുക. നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. പത്തനംതിട്ടയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ചെരിഞ്ഞതിൽ വനംവകുപ്പ് കേസെടുത്തത്. വൈദ്യുതാഘാതമേറ്റാണ് കാട്ടാന ചെരിഞ്ഞത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ.